എല്ലാവർക്കും നമസ്തേ. സമ്യക് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്ക് ശേഷം കുറേ പേരോട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയാണ്. അപ്പോൾ ഇന്ന് സമ്യക് ലൈഫിൽ വളരെ ചെറിയൊരു ടിപ്പാണ് നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ ഓരോ ദിവസവും നമുക്ക് നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ടിപ്പ് എന്ന് പറയുമ്പം എല്ലാ ദിവസവും നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സംതിങ് ന്യൂ. ഓക്കെ, അപ്പോൾ ഈ പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിച്ച്. ചിലപ്പോൾ നിങ്ങൾ ഒരു വാക്കായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ലാംഗ്വേജ് എടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഒരു അക്ഷരമായിരിക്കും പഠിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിലെ ഒരു ടേം ആയിരിക്കും. എന്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളതെന്ന് വെച്ചിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യും. ഓരോ ദിവസവും നമ്മളെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും ആ ഒരു മെന്റാലിറ്റിയോട് കൂടി ഇരിക്കുക. അതായത് നമ്മളെപ്പോഴും സ്റ്റുഡന്റ്, അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റുഡന്റ് എന്നുള്ള മെന്റാലിറ്റി മാറുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം, നമുക്കെല്ലാം എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു ഭാവം നമുക്ക് വരും. പക്ഷെ നമ്മളെപ്പോഴും ഈ പഠിക്കാനുള്ള മെന്റാലിറ്റിയോട് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഈ അറിവ് നേടാനുള്ള ആ ഒരു ത്വരയുണ്ടല്ലോ, അതിന് നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആക്ച്വലി നമ്മളുടെ ആ ഒരു ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. കാരണം വിദ്യാഭ്യാസത്തിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു കൾച്ചർ വേറെ ലോകത്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാരണം നമ്മളുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രാചീന കാലത്തെ യൂണിവേഴ്സിറ്റികൾ തന്നെ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ശാരദാപീഠം, അതേപോലെ തന്നെ മിഥില, അതേപോലെ തന്നെ കാഞ്ചീപുരം, അതേപോലെ ഈ പല 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 പ്രാചീനമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം നളന്ദ, തക്ഷശില, അതേപോലെ തന്നെ വിക്രമശില, വല്ലഭി, ഇങ്ങനെയെല്ലാം പറഞ്ഞ് എത്ര യൂണിവേഴ്സിറ്റികളാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ എന്ന് പറയുമ്പോൾ ഈ തക്ഷശിലയെ പറ്റി ഞാനിവിടെ ഇപ്പം ഒന്ന് എടുത്തു പറയാം. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പം എന്നെക്കാട്ടി ഇളയ കുട്ടിയാണ്, ഒരു 2000 കിഡ് എന്ന് പറയാം. അപ്പൊ അവനോട് ഇത് പറഞ്ഞപ്പോൾ തക്ഷശിലയെ പറ്റി പറഞ്ഞപ്പോൾ തക്ഷശില എന്നുള്ള യൂണിവേഴ്സിറ്റി കേട്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. തക്ഷശില അല്ലെങ്കിൽ നളന്ദ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളെ പറ്റി കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും നമുക്ക് നമ്മുടെ ആ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിദ്യാഭ്യാസം ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു അടിത്തറ അവിടെ ഉണ്ടായിട്ട് അതിനെപ്പറ്റി ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളമാണ് നമ്മൾ ഈ പുറകോട്ട് പോയേക്കുന്നത്. കാരണം നമ്മളുടെ വാല്യൂസിൽ നിന്ന് എത്രയോ പുറകോട്ട് പോയിട്ടുണ്ട്. നമ്മളുടെ ഈ തക്ഷശില യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ ആദ്യത്തെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയായിരുന്നു. കാരണം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വന്ന് പഠിച്ച് 10,000-ലധികം സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന 64 പരം സബ്ജക്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2625 വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിപ്പം ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് പാകിസ്ഥാന്റെ പാട്ടായി, അല്ലെങ്കിൽ അവിടെ അത് നിന്നിരുന്ന സ്ഥലം പാകിസ്ഥാന്റെ പാട്ടാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചരിത്രത്തിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഒരു പഴയ യൂണിവേഴ്സിറ്റി നമ്മളുടെ നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ നളന്ദ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും അവിടെയും എത്രയോ പല രാജ്യങ്ങളിൽ നിന്നുള്ള, എനിക്കൊന്ന് വേൾഡിലെ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി, അതായത് അവിടെ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ള ഒരു ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ മെയിനായിട്ട് എനിക്കൊന്ന് കുറേ സബ്ജക്റ്റുകൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ വേദങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ യോഗയാണെങ്കിലും, അതേപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലും, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രമാണെങ്കിലും, അതേപോലെ തന്നെ മെഡിസിൻ ആണെങ്കിലും, അങ്ങനെ എത്രയോ സബ്ജക്റ്റുകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്രയ്ക്കും വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു നാടായിരുന്നു നമ്മളുടേത്. അപ്പോൾ പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ കുഴപ്പമെന്ന് പറയുമ്പം അവർ കുറച്ച് ഇച്ചിരി അലസത കൂടുതൽ. അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുക, എങ്ങനെയെങ്കിലും ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഒരു ജോലി തേടി ആ ഒരു രീതിയിലോട്ട് പോകും. അപ്പൊ പക്ഷേ സംഭവിക്കുന്നത് പറയുമ്പോൾ ഈ ഭൗതികപരമായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കുന്നു, അതിനപ്പുറത്തേക്ക് ആത്മീയപരമായിട്ടോ അല്ലെങ്കിൽ ആന്തരികപരമായിട്ടോ ബൗദ്ധികപരമായിട്ടോ
എന്താണ് ഇത്തരത്തിലുള്ള ഒരു വികാസവും കുട്ടികളിൽ എന്താണ് സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഈ പുതിയതായിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിക്ക് നമുക്ക് ഒരു പ്രത്യേകത വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ ഏരിയകളും കവർ ചെയ്തിട്ടാണ് നമ്മളുടെ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ രീതിയിൽ ഒരു വ്യക്തിയെ വാർത്തെടുത്ത് സമൂഹത്തിലോട്ട് അവർ വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു സമൂഹത്തിൽ എന്ന് പറയുമ്പം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കാം, പക്ഷെ ആ ഒരു റിയൽ ലൈഫിൽ അവർ പല ചലഞ്ചസും ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അവർ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. കാരണം അവരെന്താണ് ഈ മാനസികപരമായിട്ട് ഇവരാരും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ പഴയ വാല്യൂസ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അറിവ് നേടാനുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് തന്നെ നമ്മളിലോട്ട് വന്നാൽ മതി. അപ്പൊ ആ ഒരു മെന്റാലിറ്റി വരുമ്പം തന്നെ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഈ ഒരു പുതിയ കാര്യത്തിലോട്ട് നമ്മളെ ശ്രദ്ധ തിരിച്ചു വിടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് നമ്മൾ ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സബ്ജക്റ്റിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പല കാര്യങ്ങളും നമ്മളിങ്ങനെ പഠിക്കണം. എല്ലാ ഏരിയയിലും പറ്റി നമുക്ക് ചെറിയ ഒരു അറിവ് നമ്മളിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പൊ അതൊരു നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്നതൊക്കെയാണ്, ഇന്ന ഏരിയയൊക്കെയാണ്, അത് നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് തന്നെ ഇതൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് വളരെ ചെറിയൊരു ടിപ്പാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, എല്ലാ ദിവസവും ഒരു മിനിറ്റ് ഒരു വാക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു അക്ഷരം പഠിക്കാൻ എത്ര സമയം വേണമെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഒരു ദിവസം ഒരു മിനിറ്റെങ്കിലും എന്താണ് നമുക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റിയൊക്കെ ഒരു പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിയാൽ. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.